ഒന്നും പറയണ്ട, ഭയങ്കര കോമഡി. KSRTC ബസിന്റെ നമ്പർ എന്ന് പറയുന്നത് KL 23T 2323 KL 23. അസഭ്യമായ രീതിയിൽ ലൈംഗിക ചൊവ്വയോടുകൂടി ഒരു ആക്ഷൻ ഞങ്ങളെ കാണിക്കുകയാണ് ചെയ്തത്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആക്ഷൻ ഞാൻ എടുത്തു. അത് കാണിച്ചു. അയ്യോ ദൈവത്തിനാണ് ഞാൻ കാണിച്ചില്ല. സ്ത്രീ അതിൽ പ്രതികരിക്കണം എന്നുള്ള ബോധ്യമുള്ള ആളാണ് ഞാനൊരു സ്ത്രീയാണ്, എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട്. ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂലേ? ഇയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പാവം തോന്നൂലേ? പഞ്ചപാവം. ദയവായി സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾ അതിനെ പ്രതികരിക്കുമ്പോൾ ആരും ഇതിനെ വളരെ കുറഞ്ഞ രീതിയിൽ ഇതൊരു സൈഡ് കൊടുക്കാത്തൊരു പ്രശ്നമാണ്, വാഹനങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതാണ് എന്ന് കരുതരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. പെണ്ണാണിനടിക്കുമ്പോ അങ്ങനെ ആണ്, പെണ്ണിനടിക്കുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ ഈ നാട്ടില്. അല്ല അങ്ങനെയാണ്, കണ്ടില്ലേ നിങ്ങള് സമൂഹം അങ്ങനെയാണെന്നേ. ഇക്വാളിറ്റി അതാണ് എംപവർമെന്റിന്റെ പ്രശ്നം, മനസ്സിലായില്ലേ? ഇക്വാളിറ്റി എന്താണെന്നും ഫെമിനിസം എന്താണെന്നും മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ദൃശ്യങ്ങൾ, അതായത് ഈ ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് എത്തുമ്പോൾ ഈ ക്യാമറയ്ക്കുള്ളിൽ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളതാണ്. എന്റെ തല രക്ഷിക്കാൻ ഒരു മാർഗമില്ലേ? പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കേസിലെ FIR അത്യന്തം ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കും ഒപ്പമുള്ള ഉണ്ടായിരുന്ന മറ്റ് 4 പേർക്കുമെതിരെ ഈ FIR-ൽ പറയുന്നത്. അപ്പ പ്രശ്നം ഗുരുതരമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ്സിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നശിപ്പിച്ചത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും സ്വാധീനം ഉപയോഗിച്ചാണ്. ഇത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചതെന്നാണ് ഈ FIR-ൽ പറയുന്നത്. ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ മറ്റാരാണ് പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിയമപരമായി അതിനെ മുമ്പോട്ട് പോവുകയാണ്. നിങ്ങളതിൽ കേസോ കോടതിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതുമായി മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഭാഗം ശരിയാണെങ്കിൽ നിങ്ങൾ അതവിടെ പ്രൂവ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മേയർക്കും MLAയ്ക്കുമെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. മേയറുടെ സഹോദരൻ ഭാര്യ എന്നിവർക്കെതിരെയും കേസെടുക്കണം. ഇയാളൊരു പ്രതിയാണ്. ഇതെന്തിനാണ് കാണാൻ വേണ്ടി വെച്ചതാ? അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ സർ? ഇഷ്യൂ വാറണ്ട്.